മറ്റൊരു വിഷയമുള്ളത് മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നിതീഷ് റാവണെ അദ്ദേഹം കേരളം മിനി പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഇപ്പോൾ വ്യാപക പ്രതിഷേധം പിണറായി വിജയന്റെ പാർട്ടിക്കാരല്ലേ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെയും പിന്നെ പ്രിയങ്ക ഗാന്ധിയെയും തെരഞ്ഞെടുത്തത് വയനാട്ടിലെ ഭീകരവാദികളും ഇസ്ലാമിക തീവ്രവാദികളുമാണെന്ന്? ആ പ്രസ്താവന പിൻവലിച്ചോ? അതിനെ എം.വി. ഗോവിന്ദൻ ന്യായീകരിച്ചില്ലേ? രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തെരഞ്ഞെടുത്തത് ഇസ്ലാമിക ഭീകരവാദികളും ഇസ്ലാമിക ശക്തികളുമാണ്. ആ പ്രസ്താവനയുടെ അടിസ്ഥാനം അത് വായിച്ച മന്ത്രി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടാവും. ഏതാ ആര്? അല്ല, എനിക്കറിയില്ല, മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല. സംസ്ഥാന ബി.ജെ.പി. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് വിജയരാഘവന് ഇത് പറയാൻ ഇപ്പോൾ എന്താ അർഹത എന്നുള്ളതാണ്. കാരണം അവരും മദനിക്ക് വേണ്ടി കൂടുന്ന ആൾക്കാരാണ്, ഒരുമിച്ച് പ്രമേയം പാസ്സാക്കിയ ആൾക്കാരാണ്. വിജയരാഘവനാണല്ലോ ഇത് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് വിജയരാഘവനും പിണറായി വിജയനും വി.ഡി. സതീശനും സുധാകരനും ഇവരുടെ പാർട്ടിക്കാരെല്ലാം എല്ലാവരും ചേർന്നിട്ടാണ് പ്രമേയം പാസ്സാക്കിയത്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ജമാഅത്തെ ഇസ്ലാമിയോ എസ്.ഡി.പി.ഐയോ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കേരളത്തെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്നതിനാണ് ഒരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്ത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഇപ്പൊ പ്രശ്നം വിജയരാഘവൻ നടത്തിയ പ്രസ്താവനയിൽ CPM-ന്റെ വ്യക്തത എന്താ? ആദ്യം വരുത്തട്ടെ. CPM ആ നിലപാടിനെ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് എന്റെ മറുപടി പറയാലോ.